മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ അൻസിഫ് ഉണ്ട്. ബ്രോ, സുഖാണോ അവിടെ? സുഖാണോ ബ്രോ? അവിടെ എങ്ങനെ പോകുന്നത്? നന്നായിട്ട് പോകുന്നു. അപ്പോ സിറ്റിയുടെ ഒരു മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഈ വർഷത്തെ ഒരു സ്റ്റാർട്ട്? 3 മത്സരം 3 വിജയം, ഓക്കെയാണോ പെർഫോമൻസ്? ഓക്കെയാണ്. നല്ല പോസിറ്റീവ് ഒരു സ്റ്റാർട്ടിംഗ് ആണ് കിട്ടിയേക്കണത്. പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചീത്തപ്പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡറി ഇല്ലാതെ ജയിക്കാൻ പറ്റൂല എന്നുള്ളൊരു ചീത്തപ്പേരാണ്. അത് എന്തായാലും ഇപ്പൊ ഒരു 3 കളിയോടുകൂടി എല്ലാവർക്കും ഒരു ഉദാഹരണം മാറ്റി കൊടുത്തെന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു കറക്റ്റ് ആയിട്ട് നമ്മുടെ കോവാച്ചിച്ചിനെ ഒരു റിപ്ലേസ്മെന്റിലേക്ക് കൊണ്ടുവന്നപ്പോ അവിടെ യൂസ് ചെയ്യാൻ സാധിച്ചു. സൂപ്പർ. അപ്പോ എന്താണ് ഹാലണ്ടിന്റെ ഫോമിനെ പറ്റി പറയാനുള്ളത്? പുള്ളി ഹാട്രിക് ഒക്കെ ഇങ്ങനെ ആരും വിചാരിക്കാതെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീസണിലും വേറൊരു കോമ്പറ്റീഷൻ ഇല്ലെന്നാണ് ഇപ്പോഴത്തെ പെർഫോമൻസ് കണ്ട് തോന്നുന്നത്. അതെ, ആരോ പറഞ്ഞ പോലെ ഗീവ് ഗോൾഡൻ ബൂട്ട് ഓൾറെഡി ഫോർ ഹിം എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നണത് ഫസ്റ്റ് സീസണിൽ ഉണ്ടായ റെക്കോർഡ് ബ്രേക്കിംഗ് ആ ഒരു പാത്തിലേക്കാണ് ആളുടെ പോണെന്ന് തോന്നണം. ആ ഒരു പെർഫോമൻസ് സ്റ്റാർട്ടിംഗ് ആണ് കാണാൻ പറ്റുന്നത്. ഒരു മൊമെന്റ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് പുള്ളി. ഇപ്പൊ തന്നെ ആട്രിക്ക് രണ്ടര അടിച്ചല്ല, അതൊരു സാധാ ഒരിത്. പലരും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട് കുഞ്ഞൻ ടീമായിട്ടാണ് അടിക്കണമെന്ന്. പക്ഷെ ബാക്കിയുള്ള പ്ലേസിനെ ചെയ്യാൻ സാധിക്കണില്ല. അതെ. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ റീക്കോ ലൂയിസ് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ പറയണോ പുള്ളി പോരാ മിഡ്ഫീൽഡില്, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഒക്കെ വന്നു. ഈ സീസണില് പെപ്പ എന്താണ് പുള്ളിക്ക് കൊടുത്തതെന്ന് അറിയില്ല. നന്നായിട്ട് കളിക്കുന്നുണ്ട്, അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഷോർട്ട് ഓൺ ടാർഗറ്റ് എടുക്കുന്നുണ്ട്. പുള്ളി ഒരു വേറൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ബ്രോയുടെ ഒരു അഭിപ്രായം? പുള്ളി എന്താ പറയാ, ചില സമയത്ത് ചില ഗ്ലിംസ് ഒക്കെ കാണുമ്പോ ഒരു മാഴ്സലോട് ഒരു പഴയ കാല ഒരു സെറ്റപ്പ് കാണാൻ പറ്റുന്നുണ്ട്. മാഴ്സലോ ലെഫ്റ്റ് ബാക്ക് ആണ്, പുള്ളി റൈറ്റ് ബാക്ക് ആണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. പക്ഷെ ആ ഒരു മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ, ഒഫൻസീവ് അവയർനെസ് ഒക്കെ കിടിലമായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ പെപ്പ് നല്ല രീതിയിൽ പുള്ളീനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഈ കളി തുടങ്ങിയപ്പോ ഒരു പുള്ളി 18-19 വയസ്സാണെന്നാണ് എന്റെ ഓർമ്മ. സ്റ്റാർട്ടറായി മാറിയൊക്കെയാണ്. കൈൽ വാക്കർ ഫിറ്റ് അല്ലാത്തതുകൊണ്ടും പുള്ളി നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കണത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഭാവിയിലേക്ക് ഒരു എന്താ പറയാ, ഫിൽഫോഡൻ, ഓസ്കാർ ബോബ്, ആ ഒരു അടുത്ത ഒരു പാത്ത് ഓപ്പൺ ചെയ്തേക്കുന്നത് റിക്കോ ലൂയിസിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. എനിക്ക് അപ്പോ തോന്നുന്നു പുള്ളിക്ക് നല്ലൊരു കോൺട്രാക്ട് ഇനി ഫ്യൂച്ചറിൽ കൊടുക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. പെപ്പ് കീപ്പ് ചെയ്യാൻ തന്നെയാണ് ശ്രമം, ക്ലബും. അതെ. അപ്പോ ഒരുപാട് ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഗ്രീൻലിഷ് ടീമിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ലെഫ്റ്റിൽ നോക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ പുതിയതായിട്ട് സൈൻ ചെയ്ത പ്ലേയേഴ്സിനെ കളിപ്പിച്ച് ചിലപ്പോൾ ഡോക്കുനെ കളിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഗ്രീൻലിഷിന്റെ അട്രിബ്യൂട്ട് നോക്കുമ്പോൾ ഒരു വേറെ തരത്തിലുള്ള പ്ലെയർ ആണ്. പുള്ളി ഹോൾഡ് ചെയ്ത് ചിലപ്പോൾ അതെ അവിടുന്ന് ഫൗളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് കുറച്ച് ഒരു ഹോൾഡ് അപ്പ് പ്ലേ ഒക്കെ ഒരു ഡിഫറന്റ് ആണ്. പക്ഷെ അങ്ങനത്തെ ഒരു പ്ലെയർ വേണം അവിടെ. എപ്പോഴും ഡ്രിബിൾ ചെയ്ത് പോകുന്നതിന് പകരം ചിലപ്പോൾ അതെ. സമയത്ത് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവിടുന്ന് ഒരു ഫൗൾ അല്ലെങ്കിൽ ഫ്രീ കിക്ക് ഒക്കെ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. പുള്ളി വന്നതോടെ ലെഫ്റ്റ് വിങ് സെറ്റ് ആണോ? പുള്ളി വന്നതോടെ ലെഫ്റ്റിങ് സെറ്റാണ്. പുള്ളീനെ ഈ പറഞ്ഞോണം നമുക്ക് ഈ പൊസഷൻ അല്ലെങ്കിൽ ആ മൊമെന്റം അവിടെ ആവശ്യമുള്ള സമയത്ത് പുള്ളീനെ ഒരുപാട് യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമ്മ കഴിഞ്ഞ വർഷം റയലിന്റെ കളിയൊക്കെ കണ്ടതാ. കാർവാളിനെയൊക്കെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പുള്ളി കളിച്ചായിരുന്നു. പിന്നെ എപ്പോഴും ഡോക്കു എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ, ഗ്രീലിഷിനെ പോലെ പ്ലെയർ ആവശ്യമുണ്ട്. കാരണം ഡോക്കു എപ്പോഴും ട്രിപ്പിൾ ചെയ്തിട്ട് പക്ഷെ ഫൈനൽ തീയറിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് അത്ര പോരാ. പുള്ളി സ്പീഡ്സ്റ്റർ ആണ്, സ്കില്ലിയാണ്. പക്ഷെ ഫൈനൽ തേർഡിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പ്രശ്നമുണ്ട്. പിന്നെ ആ വിങ്ങിൽ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഏതാ ടോപ്പ് പ്ലെയർ, ആ ടോപ്പ് പ്ലെയർ അവിടെ കളിക്കട്ടെ എന്നായിരിക്കും ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ സീസൺ ലാസ്റ്റും ഈ സീസൺ തുടക്കമായിട്ട് വലിയ രീതിയിലൊരു ഇമ്പ്രൂവ്മെന്റ് ഗ്രീഷിന്റെ ഭാഗത്തുനിന്ന് കണ്ടു തുടങ്ങണില്ല. കഴിഞ്ഞ മാച്ചിൽ ഒരു പ്രീ അസിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ബോൾ കൊടുത്തായിരുന്നു. അതൊരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സീസൺ ഒരു ഗ്രീഷിന്റെ ഒരു എന്താ പറയാ, സെയിം മൈ നെയിം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും. ഇപ്പോ ഞാൻ ഡിഫൻസിനെ പറ്റി ചോദിക്കാതെ, ഡിഫൻസ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആർക്കെങ്കിലും പ്രധാനപ്പെട്ട പ്ലെയർ ഇഞ്ചുറി കൺസേൺസ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്, അതെ അതെ റൊട്ടേറ്റ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഇപ്പോ റൂബൻ ഡിയാസ് ആയാലും നേത്തൻ ആക്കെ ആയാലും ഇതൊക്കെ ക്രൂഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ആണ്. ചില മത്സരത്തിൽ ഇവരാണ് കളിക്കേണ്ടത്. പകാഞ്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജോൺ സ്റ്റോൺസിന്റെ കാര്യം അറിയില്ല. പുള്ളിക്ക് വേണമെങ്കിൽ മിഡ്ഫീൽഡ് കളിക്കാം, അല്ലെങ്കിൽ ഡിഫൻസിൽ ഒരു ബാക്കപ്പ് ആയിട്ട് അതെ. പുള്ളി ഓക്കെ ആണ്. അപ്പൊ ഈ സ്ക്വാഡ് ഡെപ്ത് ഇപ്പൊ പുതിയ സൈനിങ്സ് ഡിഫൻസിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ബോർഡ് അഭിപ്രായത്തിൽ സ്ക്വാഡ് ഡെപ്ത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഒരു കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്? നമുക്ക് ബാക്ക് ഡിഫൻസിൽ വലിയ കാര്യമായ പ്രശ്നം കാണുന്നില്ല. ഡിഫൻസിൽ ഇപ്പൊ ആർക്ക് പരിക്ക് പറ്റിയാലും ഇപ്പൊ ഗ്വാഡിയോള് ശരിക്കും നാച്ചുറലി സെന്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന ആളാണ്. സിറ്റിയിലേക്ക് വന്നപ്പോ ലെഫ്റ്റ് ബാക്ക് പുള്ളിനെ യൂസ് ചെയ്ത് ഒരു വേറെ ലെവലാക്കി പെപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഗ്വാഡിയോളിനെ സെന്റർ ബാക്ക് ആക്കാം, പിന്നെ ജോൺ സ്റ്റോൺസിനെ ഇറക്കാം.
വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഡിഫൻസിൽ കാണുന്നില്ല. അത്യാവശ്യത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആവശ്യം വരണില്ല. ഡിഫൻസ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളില്ല. പിന്നെ ഇത്രയും സ്കോട്ടത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പൊ EFL കപ്പും FA കപ്പും അതേപോലെ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗ് അടുപ്പിച്ചടുപ്പിച്ച് ടൈറ്റ് ഷെഡ്യൂളാണ് വരുന്നത്. അപ്പൊ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇറക്കാൻ അത് നല്ല രീതിയിൽ ഉപകരിക്കും. ബാക്കിയുള്ള പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ വെച്ച് നോക്കുമ്പോൾ മാൻസിറ്റി ഡിഫൻസിൽ ഒരുപാട് സ്കോട്ടത്ത് ഉള്ളതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതെ, ഉറപ്പായിട്ടും. ഞാൻ വേറെ കാര്യം ചോദിക്കാനുള്ളത്, എസ്പെഷ്യലി നിങ്ങള് ഹാലണ്ട്, ഇൻ കേസ് ഹാലണ്ട് പുറത്തിരിക്കുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ആൽവരസ് പോയി. ആൽവരസ് ഇപ്പോ അതെ അതെ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു, പുള്ളിയില്ല. അപ്പൊ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർഡൻ ഒരു ഫോൾസ് നയൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് സ്ട്രൈക്കർ ആയിട്ട് കളിപ്പിക്കാൻ ഓപ്ഷൻ ഉണ്ട്. അതെ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ത്രീ കുറച്ചുകൂടി കോമ്പാക്ട് ആയിട്ട് കളിച്ചിട്ട് അവിടുന്ന് ഗോള് വരുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അതെ. ഓസ്കാർ ബോബ് പ്രതീക്ഷയുണ്ട്. പുള്ളി കളിച്ച കളിയിലൊക്കെ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോ ഒരു ഡെഡിക്കേറ്റഡ് സ്ട്രൈക്കർ ഇനി വരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ മിഡ് സീസൺ എങ്ങാൻ, അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ഇനി ആയിരിക്കും മുമ്പോട്ട് പോകുമ്പോ? എനിക്ക് തോന്നുന്നു ഈ സീസണിലെ മാർക്കറ്റ് സിറ്റിക്ക് ക്ലോസ് ചെയ്തെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോ പെപ്പ് അങ്ങനെ പൊതുവെ അല്ലെങ്കിൽ സിറ്റി മാനേജ്മെന്റ് ജാനുവരി ട്രാൻസ്ഫർ അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ടൈപ്സ് ആണ്. അപ്പോ ഞാനൊരു റിലയബിൾ അല്ലാത്ത ഒരു സോഴ്സിൽ നിന്ന് കണ്ടത് നമ്മുടെ സ്പോർട്ടിങ്ങിൽ നിന്ന് ഒരു സ്ട്രൈക്കറെ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടായിരുന്നു, ഒരു ബാക്കപ്പ് ആയിട്ട് ഹാളണ്ടിന് വേണ്ടി. പിന്നെ അതിനെക്കുറിച്ച് കാര്യമായ റൂമറും എന്താ പറയാ ഒറിജിനൽ ആയിട്ടുള്ളതൊന്നും കണ്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഫോർഡനെ യൂസ് ചെയ്യും. ഫോർഡൻ ഇപ്പൊ നിലവിൽ സിക്കാണ്, സ്റ്റൊമക്ക് ഇഷ്യൂ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ആളണ്ടിന് റെസ്റ്റ് അനിവാര്യമാണ്. ആളണ്ട് ചിലപ്പോൾ ഇഞ്ചുറി ആവാൻ സാധ്യത കാണുന്നുണ്ട് കഴിഞ്ഞ സീസൺ പോലെ. അങ്ങനെയാണെങ്കിൽ ഡിബ്രൂയിനെ നമ്മ ഫാസ്റ്റ് നൈൻ കളിക്കുന്നത് കഴിഞ്ഞ സീസണും കണ്ടതാണ്, ഇതിന് മുന്നത്തെ സീസൺ കണ്ടതാണ്. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് സെവറൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ സാവിയോ, ഡോക്കു അവരതിനെ വെച്ച് തന്നെ മുന്നോട്ട് പോകാൻ തന്നെ ഇരിക്കും പെപ്പിന്റെ തീരുമാനം. എന്തായാലും അടുത്ത സീസൺ ആയിരിക്കണം ഒരു ബാക്കപ്പ് സ്ട്രൈക്കറെ സൈൻ ചെയ്യാനെന്ന് തോന്നുന്നു. ബ്രോഡ് അതെ, അവിടെ ടോട്ടനത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കട്ടെ? പറഞ്ഞോളൂ. ടോട്ടനാമ് ആ, ഇനിയിപ്പോ നമ്മള് നോർത്ത് ആ, ലണ്ടൻ ഡെർബിയാണ് ബ്രോ വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു അതെ അതെ. മാച്ച് വളരെ ക്രൂഷ്യലാണ്. കാരണം നമ്മളെ ഒരു മോശം സ്റ്റാർട്ടാണ് കമ്പാരിറ്റീവ്ലി, റൈറ്റ്? ഓ അതെ 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 അതെ. നമ്മള് ചാൻസ് ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫൈനൽ തേർഡിൽ ഭയങ്കര ശോകാണ് കാര്യങ്ങള്. അതെ അതെ, ഫൈനൽ തേർഡില് ഭയങ്കര ശോകമാണ് കാര്യങ്ങൾ. അത് ക്ലിനിക്കൽ ആവാത്തതിന്റെ ആണോ അല്ലെങ്കിൽ പ്ലേയേഴ്സിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊരു ഡൗട്ട് ഇപ്പോ. അത് ആ, പറഞ്ഞോളൂ. ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു കെയിന് പോയതിനു ശേഷം ആറ്റം നോറ്റൊരു സ്ട്രൈക്കർ മേടിച്ചു. പുള്ളി ആകെ ഒരു മത്സരമേ കളിച്ചുള്ളൂ. അതോടുകൂടി പുള്ളി ഇഞ്ചുറി വന്ന് പുറത്തേക്ക് പോയി. ഇതാണ് സിറ്റുവേഷൻ. അതെ അതെ റിച്ചാർഡ്സൺ ഇഞ്ചുറി ആണ്, സോളാങ്കി ഇഞ്ചുറി ആണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സണ്ണിനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാന്നാണ്. പുള്ളി സ്ട്രൈക്കറായിട്ട് കളിക്കുമ്പോൾ അത്ര ഇമ്പാക്ട് ഇല്ല. അതുകൊണ്ടൊരു അതെ അതെ, പ്രശ്നമാണ്. ഇമ്പാക്ട് ഇല്ല. എനിക്ക് തോന്നുന്നത് വെർണറിനെ വാങ്ങിച്ചിട്ട് ഒരു കാര്യമായ ഇമ്പാക്ട് ചെൽസി പോലും കണ്ട ഒരു ഇമ്പാക്ട് അവിടെ കാണുന്നില്ല. അവരുടെ ഒപ്പം ഒരു കോമ്പിനേഷൻ ആവണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രോയുടെ അഭിപ്രായം എന്താ, അങ്ങനെ തോന്നുന്നുണ്ടോ? 100%. ഞാൻ എന്തിനാണ് പുള്ളിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എസ്പെഷ്യലി ലെഫ്റ്റ് വിങ്ങില് പുള്ളി കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പക്ഷേ ഇപ്പൊ ഗോൾ, അസിസ്റ്റ്, കോൺട്രിബ്യൂഷൻ ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ലൂയിസ് ഡിയാസ് പോലുള്ള വിങ്ങർ ഒക്കെ കമ്പയർ നോക്കുമ്പോൾ പുള്ളിയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10% ഉള്ളൂ, റൈറ്റ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പുള്ളി കട്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറിയ ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പുള്ളി ജസ്റ്റ് ഓടും, നല്ല അതെ അതെ സ്പീഡിൽ അതെ. ആ വിങ് പോയി നിൽക്കും, അവിടുന്ന് പാസ് കൊടുക്കും. ഇതാ പുള്ളിയുടെ ഒരു അട്രിബ്യൂട്ട് എന്ന് അതെ, പറയുന്നത്. പക്ഷെ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഉള്ള പ്ലെയറിനെ അല്ല ഇപ്പൊ നിലവിൽ ടോട്ടനത്തിന്റെ ആ സിറ്റുവേഷനിൽ വേണ്ടത്. ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറെ തന്നെയാണ് വേണ്ടത്. കറക്റ്റ്. അപ്പൊ അപ്പോ നമ്മുടെ എന്താ ചോദിക്കാൻ വന്നത്, അടുത്ത ഈവനായിക്കാണ് അടുത്ത വീക്ക് അല്ലേ ആഴ്സണലായിട്ട്? അതെ, ഈ വീക്ക് ഇല്ല, നെക്സ്റ്റ് വീക്ക് ആ, ആണ്. നെക്സ്റ്റ് സൺഡേ ആണ് ആർസണലായിട്ടുള്ള കളി. യെസ്. അത് ബ്രോയുടെ അഭിപ്രായം എന്താ? അത് എങ്ങനെയാണ് നമുക്ക് വിന്നിങ് ആവാ? ഞാൻ വിചാരിക്കുന്നത് എസ്പെഷ്യലി അവർക്ക് മിഡ്ഫീൽഡില് ഡെക്ലൻ റൈസ് ഇല്ല, പക്ഷെ സ്റ്റേർലിംഗ് കളിക്കോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ നമ്മളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ടീം ഒരു ബാഡ് ഫേസിലൂടെ പോകുമ്പോൾ സ്പേഴ്സിനെതിരെ കളിക്കുമ്പോൾ അവർ ഫോമിലേക്ക് വരും. അതൊരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെ, അതേപോലെ പക്ഷെ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോ ബ്രൈറ്റൺ കാണിച്ചു തന്നാർന്ന് അവരായിട്ട് എങ്ങനെയൊന്ന് മുട്ടി നിക്കാന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചത്. ഇപ്പൊ കഴിഞ്ഞ മാച്ചില് ഡെക്ലാൻ റൈസ് റെഡ് പോയി വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ കൂടി അവരൊരു ഡ്രോക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കളിക്കുന്ന ടീമിനെ പോലെ എനിക്ക് തോന്നിയ ബ്രൈറ്റൺ. അവർക്കത് നേടാൻ കാണിച്ചു തന്നാണ് നമുക്കൊരു എക്സാമ്പിൾ. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ബാക്ക് ഡിഫൻസിൽ ഒരു മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ കളിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു ഡ്രോക്ക് വേണ്ടി ഒരു എക്സ്പെക്ട് ചെയ്യാം. കറക്റ്റ്. എസ്പെഷ്യലി നമുക്ക് പ്രശ്നം കൗണ്ടർ വരുമ്പോഴാണ്. നമ്മൾ ഭയങ്കര ഹൈ ലൈനാണ് പുള്ളി കളിക്കുന്നത്. ഇപ്പോ ന്യൂകാസിലിനെതിരെ ബ്രോ കണ്ടോന്ന് അറിയില്ല. എസ്പെഷ്യലി അവരാകെ 2-3 ചാൻസേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ.
അത് അതെ അതെ ക്ലിനിക്കലായിരുന്നു. ആ ഒരു ചാൻസ് മതി. അതെ ശരിക്കും പറഞ്ഞാൽ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ ആ ഒരു ത്രൂ ബോൾ ഇട്ട് എനിക്ക് കഴിഞ്ഞാൽ തോന്നുന്നത് നമ്മുടെ മർഫി എങ്ങാണ്ടാന്ന് തോന്നുന്നു ആ മിഡ്ഫീൽഡിൽ നിന്ന് ത്രൂ ബോൾ തള്ളിയല്ലേ. കറക്റ്റ്. മർഫി തട്ടി പിന്നെ ഇസാക്കിന് കൊടുത്തു. കൃത്യമായിട്ട് ഇസാക്ക് അത് ഫിനിഷ് ചെയ്തു. കറക്റ്റ്. അപ്പൊ അതാണ് പ്രശ്നം. നമ്മളിപ്പോ ചിലപ്പോ നന്നായിട്ട് പൊസിഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും, അറ്റാക്ക് ചെയ്ത് കളിക്കും. പക്ഷെ ആർസണൽ സാക്കെ ആണെങ്കിലും അല്ലെ മാർട്ടിനെല്ലിക്ക് ഒരു ചാൻസ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ട്രൊസാർഡ് കളിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ചാൻസ് മതി. അവർ മുമ്പോട്ട് പോയി അത് സ്കോർ ചെയ്യും. നമ്മൾ കിട്ടിയ ചാൻസ് സ്കോർ ചെയ്യത്തില്ല. ഇതാണ് പ്രശ്നം വരുന്നത്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ഡ്രാഗുസിച്ച് കുറച്ചും കൂടെ എന്താ പറയാ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. വീക്ക് ഇൻ വീക്ക് ഔട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ഒരു ഡീസന്റ് പ്രകടനങ്ങൾ കാഴ്ചവെക്കണം. അതൊരു ബാർഗെയിൻ സൈനിങ് തന്നെയാണെന്ന് പറയാം. അത് എനിക്ക് എനിക്ക് അടുത്ത തോന്നുന്നു സീസൺ ഡിഫൻസില് ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എന്താ പറയാ അടുത്തൊരു മിനി വാൻഡേക്കിന്റെ സെറ്റപ്പിലേക്കൊക്കെ ഉയരാൻ ഒരു കെൽപ്പുള്ള പ്ലെയർ ആണ്. എല്ലാ ഭാവിയിൽ വല്ല ബുണ്ടസ് ലീഗ ക്ലബ്ബുകൾ അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളൊക്കെ റാഞ്ചി കൊണ്ടുപോകാൻ ഒരു സാധ്യത കാണാൻ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അങ്ങനെയാണ് പുള്ളിയുടെ പെർഫോമൻസ്. ഈ കഴിഞ്ഞ 3 മാച്ചിലും നല്ല അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കറക്റ്റ്. എനിക്ക് എസ്പെഷ്യലി ഇപ്പൊ മിക്കി വാൻഡവിനെ നോക്കിയാലും ഇപ്പൊ ഡാഗോസിനെ നോക്കിയാലും രണ്ടുപേരും സ്പീഡ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് ടാക്കിൾസ് ഒക്കെ ചെയ്യും, വൺ ഓൺ വൺ. അതൊക്കെ ഒരു പോസിറ്റീവ് ആണ്. പക്ഷെ അതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് സപ്പോസ് ഗോൾ കൺസീഡ് ചെയ്തോട്ടെ, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗോളൊക്കെ കൺസീഡ് ചെയ്യും. പക്ഷെ നമുക്ക് കിട്ടിയ ചാൻസ് അടിക്കണ്ടേ? ഇപ്പോ 20 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ഒരു ഓൺ ഗോൾ ഒക്കെ കിട്ടിയിട്ടാണ് ന്യൂകാസ്റ്റലിനെതിരെ സ്കോർ ചെയ്യുന്നത്. അപ്പൊ അത് ബ്രേക്ക് ഔട്ട് ചെയ്യാതെ ഇപ്പൊ നമ്മൾ പറയും പോസ്റ്റ് കോഗ്ലുടെ ടാക്ടിക് മോശമാണ്. പുള്ളി ഇങ്ങനെ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. പുള്ളി ഒരിക്കലും ഇപ്പൊ എസ്പെഷ്യലി രണ്ടുപേര് പുറത്തായ സമയത്ത് പോലും പുള്ളി ഡിഫൻസീവ് കളിച്ചിട്ടില്ല. ഇനി കളിക്കുമെന്ന് അറിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് പുള്ളി ചെയ്യേണ്ടത് ഇപ്പോ നമ്മൾ ലീഡിൽ നിൽക്കുന്ന സമയത്തൊക്കെ വെറുതെ ഓപ്പൺ അപ്പ് ആകുന്നതിന് പകരം കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ട് പോസ്റ്ററൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആണ്. പക്ഷെ നോക്കട്ടെ ഈ ഒരു സീസൺ എങ്ങനെ. ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞ പോലെ നോ പ്ലാൻ ടു ചേഞ്ച് എന്ന് പറഞ്ഞ പോലെ. പുള്ളിക്ക് പ്ലാൻ ബി ഇല്ല, പ്ലാൻ എ മാത്രമേ ഉള്ളൂ. പക്ഷെ പ്ലാൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നില്ല. അതാണ് പ്രശ്നം. അറ്റ്ലീസ്റ്റ് പോസിറ്റീവ് ആണ് കളി. പക്ഷെ ഫൈനൽ തേർഡില് സംഭവം നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സീസൺ എനിക്ക് തോന്നുന്നത് പുള്ളി എന്തോ കുക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഡൊമസ്റ്റിക് കപ്പിലൊക്കെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല നമുക്ക്. പുള്ളിയുടെ സെക്കൻഡ് സീസണിൽ സാധാരണ പുള്ളി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പൊ ഈ സീസണിൽ പുള്ളി നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷ. പുള്ളി പറഞ്ഞു തോന്നണേ ഞാൻ പൊതുവെ സെക്കൻഡ് സീസണാണ് അച്ചീവ് ചെയ്യാറുന്നുള്ളതല്ലേ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ടോട്ടനം നമ്മുടെ സെറ്റ് പീസ് ഭയങ്കര വൾണറബിൾ ആവണ സിറ്റുവേഷൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതില് അവരുടെ സെറ്റ് പീസ് കോച്ചിനെയാണ് ബ്ലെയിം ചെയ്യണ അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ ബ്ലെയിം ചെയ്യണ? എന്താ ബ്രോ അഭിപ്രായം? അത് എനിക്ക് തോന്നുന്നു സോണൽ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രശ്നമാണ്. എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് മാൻ ടു മാൻ മാർക്കിംഗ് ചെയ്യുന്നില്ല. പല ആൾക്കാരും ഫ്രീ ആണ്. ഇപ്പോ ഒരു മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ട്രൈക്കറോ അല്ലെങ്കിൽ ഡിഫൻഡറോ ഉണ്ടെങ്കിൽ അവരെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ സെറ്റ് പീസ് വരുമ്പോൾ ആൾക്കാരെല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഓടിപ്പോവും, മറ്റേ സൈഡിൽ രണ്ടുപേര് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അവർ ഈസി ആയിട്ട് ഓപ്പൺ ബോക്സിലേക്ക് സ്കോർ ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഇങ്ങനെ അത് നോട്ട് ചെയ്തായിരുന്നു. മിക്ക കാണുന്ന ഫുട്ബോൾ ന്യൂട്രൽ ഫാൻസ് നോട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് അത്. ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരമാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മത്സരം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി കാണാം. നിങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നു. നല്ലൊരു മത്സരം പ്രതീക്ഷിക്കും. ബ്രെൻഫോർഡ് ആയിട്ടാണ് നിങ്ങൾ കളി വരാൻ പോകുന്നത്. അതെ അതെ, ബ്രെൻഫോർഡ് ആയിട്ട് കളി വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ആഴ്സണലായിട്ട് ഈ മന്ത് ലാസ്റ്റ് കളിയുണ്ട്. അത് എത്തിഹാഡിലാണെന്നാണ് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ EFL കപ്പിൽ ഒരു കോവൻട്രി സിറ്റി ആയിട്ടാണ് ഒരു കളി വരുന്നുണ്ട് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ പ്രീമിയർ ലീഗിന് മുമ്പായിട്ട്. അതെ, എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്ക് ചാമ്പ്യൻസ് ലീഗിന്റെ ഇന്റർ ആയിട്ടുള്ള കളി സ്റ്റാർട്ട് ചെയ്യും. അത് വരുന്നുണ്ട്. അപ്പോ എല്ലാം ടൈറ്റ് മത്സരങ്ങളാകാൻ ചാൻസ് കാണുന്നുണ്ട്. അതെ 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 അതെ. ഓക്കെ ബ്രോ, അപ്പോ ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. നമുക്ക് ഒരു വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണാം. കണ്ടതിൽ വളരെ സന്തോഷം. ഡിസ്കസ് ചെയ്തതിൽ വളരെ സന്തോഷം. Take care. Bye.